നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധം അതിരുവിടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം VC ഡോക്ടർ സിസ തോമസിന് നേരെ SFIയുടെ കയ്യേറ്റവും ഉണ്ടായിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രവർത്തകരുടെ കടുത്ത കയ്യേറ്റവും അക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച സിൻഡിക്കേറ്റ് യോഗത്തിനെത്തിയ തനിക്കെതിരെ ഓടിയെടുത്ത സമരക്കാർ മുടിക്കുത്തിനെ പിടിച്ചു വലിക്കുകയും ദേഹത്ത് മാന്തുകയും ചെയ്തതായിട്ടാണ് VC തുറന്നടിച്ചിരിക്കുന്നത്. അതായത് ഒരു കോളേജ് സർവകലാശാലയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വനിതാ VCക്കെതിരെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രതിഷേധ സമരം അതിര് വിട്ടു പോകുന്ന കാഴ്ച കണ്ടിരിക്കുന്നത്. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അത് ഏത് പാർട്ടിയാണെങ്കിലും ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണെങ്കിലും പല അവകാശങ്ങളും പോരാടി ആ അവകാശം നേടിയെടുത്ത ചരിത്രവുമുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരാളെ കയ്യേറ്റം ചെയ്തുകൊണ്ടോ അതും ഇത്തരത്തിലൊരു ഉന്നത അധികാര കസേരയിലിരിക്കുന്ന ഒരു വനിതാ VCക്കെതിരെ അവരെ കയ്യേറ്റം ചെയ്തുകൊണ്ടോ അവരെ ആക്രമിച്ചുകൊണ്ടോ അവരെ മാന്തിയതുകൊണ്ടോ അങ്ങനെ അത്തരത്തിലൊരു മാർഗത്തിലൂടെ നേടിയെടുക്കേണ്ടതല്ല. മുമ്പ് സാങ്കേതിക സർവകലാശാല VC ആയിരുന്ന കാലം മുതൽ സിസ തോമസിനോട് ഭരണാനുകൂല അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ പുലർത്തുന്ന രാഷ്ട്രീയ പകപോക്കലിന്റെ തുടർച്ചയാണ് ഈ അതിക്രമമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടെയാണ് വൻ സുരക്ഷാ സന്നാഹങ്ങളെ പോലും നിഷ്പ്രഭമാക്കിയാണ് SFI പ്രവർത്തകർ VCയുടെ അടുത്തേക്ക് തള്ളിക്കയറിയത്. VC സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനം തടഞ്ഞു നിർത്തുകയും അടിച്ചു തകർക്കുകയും ചെയ്തു. ക്രൂരമായ ശാരീരിക ആക്രമണത്തിന് ഇരയായ VCയുടെ ദേഹത്ത് പോറലും മുറിവുകളും പറ്റിയിട്ടുണ്ട്. അതായത് കയ്യേറ്റം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് VCയുടെ അടുത്തേക്ക് ഈ SFI പ്രവർത്തകർ പാഞ്ഞെത്തിയത്. ആക്രമണത്തിൽ ഔദ്യോഗിക വാഹനം നശിപ്പിച്ചതിനെതിരെയും ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഡോക്ടർ സിസ തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വ്യക്തിപരമായ ആക്രമണത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. സംഭവം നടന്ന് ജോലി തിരക്കുകൾ കഴിഞ്ഞ് മടങ്ങാൻ ഏറെ വൈകിയതിനാലാണ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാകാതിരുന്നതെന്നും VC മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ പേരിൽ സർവകലാശാല ഗേറ്റിന് സമീപം VCയുടെ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകളും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ക്യാമ്പസിലും പൊതുസമൂഹത്തിലും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണോ ഇത്തരത്തിൽ വളരെ അതിരുവിട്ട രീതിയിൽ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങുകൾ അടക്കം നടത്തി ഇത്തരത്തിലൊരു വേറിട്ട പ്രതിഷേധം നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. പോലീസ് തീർത്ത സുരക്ഷാ വലയം ഭേദിച്ചാണ് അക്രമികൾ VCക്ക് നേരെ പാഞ്ഞെടുത്തത്. ഒരു വനിതാ VCക്ക് നേരെ ക്യാമ്പസിനുള്ളിൽ നടമാടിയ ഈ ക്രൂരതയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യം മാത്രമാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രാജ്ഭവനിൽ മുഖ്യമന്ത്രി VD സതീശനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഗവർണർ ഇക്കാര്യം ഉന്നയിച്ചത്. സംഭവത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സർവകലാശാല തലത്തിൽ ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കുന്നത് ഗൗരവകരമാണെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്തെ VCമാരുടെ കൂട്ടായ്മയും സംഭവത്തെ അതിശക്തമായ ഭാഷയിൽ അപലപിച്ചു. പ്രതികളുടെ ദൃശ്യങ്ങൾ വ്യക്തമായി ലഭിച്ചിട്ടും ഇതുവരെ കേസെടുക്കാൻ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് VCമാർ കുറ്റപ്പെടുത്തി. വൈസ് ചാൻസലറെ ആക്രമിച്ചതിൽ ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നതാണ്. ക്രിമിനൽ പ്രവൃത്തി ചെയ്തവർക്കെതിരെ കേസെടുത്തതായി കാണുന്നില്ല. തടിച്ചുകൂടിയവരിൽ മുഴുവനും വിദ്യാർത്ഥികളായിരുന്നില്ലെന്നും VCമാരുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്തവർക്കെതിരെ നടപടി ഉറപ്പാക്കണമെന്നും സർക്കാരിനോടും ചാൻസലറിനോടും ആവശ്യപ്പെട്ടു. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, ഡോക്ടർ P രവീന്ദ്രൻ, ഡോക്ടർ സജി ഗോപിനാഥ്, ഡോക്ടർ D മാവൂത്ത്, ഡോക്ടർ ജുനൈദ് ബുഷ്രി, ഡോക്ടർ KK സാജു, ഡോക്ടർ VP ജഗതി രാജ്, ഡോക്ടർ A ബിജുകുമാർ, ഡോക്ടർ T സജിത റാണി, ഡോക്ടർ KS അനിൽ, ഡോക്ടർ CR പ്രസാദ് എന്നിവരാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയത്. 2019 മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകൾ സർവകലാശാല നൽകിയിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് SFI സമരം സംഘടിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നുമില്ലാത്ത ഇത്രയും വലിയ പ്രതിഷേധം ഇപ്പോൾ പൊടുന്നനെ ഉയർന്നു വന്നതിന് പിന്നിലെ ഉദ്ദേശശുദ്ധിയെയും VC ചോദ്യം ചെയ്തു. സർട്ടിഫിക്കറ്റ് വിതരണ തടസ്സം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗസ്റ്റ് അധ്യാപക നിയമനം പൂർത്തിയാക്കുക, ബിരുദ സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക
ചെയ്യുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 25 ദിവസമായി SFI സർവകലാശാലയിൽ സമരം നടത്തി വരികയായിരുന്നു. എന്നാൽ ഈ സമരത്തിന്റെ മറവിൽ VC-യെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും കായികമായി നേരിടാനുമാണ് സംഘടന ശ്രമിച്ചതെന്നാണ് തെളിയുന്നത്. അതിനിടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വിചിത്രമായ വാദങ്ങളുമായി SFI രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾ നടത്തിയത് VC-യുടെ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങല്ലെന്നാണ് സംഘടനയുടെ അവകാശവാദം. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടാണ് ഇത്തരത്തിലൊരു ന്യായീകരണം SFI നിരത്തുന്നത്. തിയേറ്റർ പഠന വകുപ്പിൽ പ്രവർത്തനരഹിതമായ സ്പോട്ട് ലൈറ്റുകൾ മരിച്ചതായി പ്രതീകാത്മകമായി അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് SFI ജില്ലാ സെക്രട്ടറി ആശിഷ് S. ആനന്ദ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും മുമ്പ് ഗവർണർ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചതു മുതൽ സിസ തോമസ് എന്ന ഭരണാധികാരിയോട് ഇടത് സംഘടനകൾ തുടരുന്ന കടുത്ത അമർഷമാണ് കാലടിയിൽ തെരുവ് അക്രമത്തിന്റെ രൂപത്തിൽ പുറത്തു വന്നതെന്ന് വ്യക്തമാണ്. തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ഉന്നത ഉദ്യോഗസ്ഥരെ ക്യാമ്പസുകളിൽ തടഞ്ഞുവെച്ച് കയ്യേറ്റം ചെയ്യുന്ന രീതി ഭരണകക്ഷി സംഘടന പതിവാക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. ഗസറ്റ് അധ്യാപക നിയമനത്തിലും സിൻഡിക്കേറ്റ് തീരുമാനങ്ങളിലും സ്വന്തക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സർവകലാശാല ഭരണ നേതൃത്വത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണ് ഇത്തരം അതിക്രമങ്ങളെന്നും UDF അനുകൂല സംഘടനകൾ ആരോപിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ സർവകലാശാലയുടെ പ്രതിച്ഛായയെ തന്നെയാണ് ബാധിക്കുന്നത്. വനിതാ VC-ക്ക് നേരെ നടന്ന കയ്യേറ്റത്തിലും വാഹനം തകർത്ത സംഭവത്തിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്ന വിമർശനം ശക്തമാണ്. ഔദ്യോഗിക വാഹനം തകർത്ത കേസിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് VC വ്യക്തമാക്കിയതോടെ അക്രമത്തിൽ പങ്കാളികളായ പ്രവർത്തകർക്കെതിരെ വരും ദിവസങ്ങളിൽ പോലീസ് കേസെടുക്കാനും നിർബന്ധിതരാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഒരുപാട് പ്രതിഷേധങ്ങളും സമരമുറകളൊക്കെ നടന്നിട്ടുള്ള നാട് തന്നെയാണ്. അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള നാടും കൂടിയാണ്. പക്ഷേ അത് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വഴിവിട്ട തരത്തിൽ ഒരു VC-യെ അല്ലെങ്കിൽ ഉന്നത അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും അല്ലെങ്കിൽ അവരെ ആക്രമിച്ചും നേടിയെടുക്കേണ്ടതല്ല. തീർച്ചയായിട്ടും ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല.